ആദ്യ പുസ്തകം അധ്യായം 42. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞു. യാക്കോബ് തൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിച്ചു പോകാതെ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ അവിടെ ഇറങ്ങിച്ചെന്ന് ധാന്യം വാങ്ങുവിൻ. യൗസേപ്പിന്റെ 10 സഹോദരന്മാർ മിസ്രയീമിൽ നിന്ന് ധാന്യം കൊള്ളുവാൻ പോയി. യൗസേപ്പിന്റെ സഹോദരൻ ബെന്യാമീനെ അവന്റെ സഹോദരന്മാരോടൊപ്പം യാക്കോബ് അയച്ചില്ല. എന്തെന്നാൽ അവന് വല്ല അപകടവും സംഭവിച്ചേക്കും എന്ന് അവൻ പറഞ്ഞു. ഇസ്രായേലിന്റെ മക്കളും മറ്റുള്ളവരെ പോലെ ധാന്യം കൊള്ളുവാൻ വന്നു. എന്തെന്നാൽ കനാൻ ദേശത്ത് ക്ഷാമം ശക്തിപ്പെട്ടിരുന്നു. യൗസേപ്പ് തന്നെയായിരുന്നു ദേശത്തെ അധികാരി. അവൻ തന്നെയായിരുന്നു സകല ജനത്തിനും ധാന്യം വിറ്റിരുന്നത്. യൗസേപ്പിന്റെ സഹോദരന്മാർ വന്ന് അവന്റെ മുമ്പിൽ നിലത്ത് വീണ് നമസ്കരിച്ചു. യൗസേപ്പ് തൻ്റെ സഹോദരന്മാരെ കണ്ട് അവരെ തിരിച്ചറിഞ്ഞു. അവൻ അവരുടെ മേൽ നാട്യം പ്രയോഗിച്ചു, അവരോട് കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടെത്തുകാർ എന്ന് ചോദിച്ചു. ഞങ്ങൾ ധാന്യം കൊള്ളുവാൻ കനാൻ ദേശത്തു നിന്ന് വരുന്നു എന്ന് അവർ പറഞ്ഞു. യൗസേപ്പ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു, എന്നാൽ അവർ അവനെ മനസ്സിലാക്കിയില്ല. യൗസേപ്പ് അവരെ കുറിച്ച് കണ്ട സ്വപ്നമോർത്ത് അവരോട്, നിങ്ങൾ ഒറ്റുകാരാകുന്നു, ദേശത്തെ വാർത്തകൾ അറിയുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട് പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, അടിയങ്ങൾ ധാന്യം കൊള്ളുവാൻ വന്നവരാണ്. ഞങ്ങളെല്ലാം ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികൾ ആകുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല. യൗസേപ്പ് അവരോട്, അങ്ങനെയല്ല, നിങ്ങൾ ദേശം ഒറ്റുകൊടുക്കുവാൻ വന്നവരാണ് എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ അടിയാന്മാരായ ഞങ്ങൾ 12 സഹോദരന്മാർ കനാൻ ദേശത്ത് ഒരാളുടെ മക്കൾ, ഇളയവൻ ഇന്ന് അപ്പൻ്റെ അടുത്തുണ്ട്, ഒരുവൻ ഇല്ല എന്ന് പറഞ്ഞു. യൗസേപ്പ് അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു നോക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നെങ്കിലല്ലാതെ ഫറവോന്റെ ജീവനാണേ നിങ്ങൾ ഇവിടെ നിന്ന് പോകയില്ല. നിങ്ങളിൽ ഒരുവനെ അയച്ച് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടു വരുവിൻ. നിങ്ങളോ ബന്ധനസ്ഥരായിരിക്കും. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ സത്യമാണോ എന്ന് ഞാൻ പരീക്ഷിക്കും. ഇല്ലെങ്കിലോ ഫറവോന്റെ ജീവനാണേ നിങ്ങൾ ഒറ്റുകാർ തന്നെ. അവൻ അവരെ 3 ദിവസം തടവിലിട്ടു. 3-ാം ദിവസം യൗസേപ്പ് അവരോട്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ഇതു ചെയ്തു ജീവിച്ചിരിപ്പിൻ. നിങ്ങൾ പരമാർത്ഥികളാകുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഇവിടെ തടവിൽ ബന്ധനത്തിൽ ആയിരിക്കട്ടെ. നിങ്ങളുടെ വീടുകളിലെ ക്ഷാമത്തിന് ധാന്യവും കൊണ്ടു നിങ്ങൾ പോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങളുടെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ മരിക്കേണ്ടി വരികയുമില്ല. ആകയാൽ ഇപ്രകാരം ചെയ്യുവിൻ.
അവന്റെ സഹോദരന്മാർ തമ്മിൽ തമ്മിൽ ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ സഹോദരന്റെ കാര്യത്തിൽ നാം സത്യമായും കുറ്റക്കാരാകുന്നു. അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവൻ നമ്മോട് കെഞ്ചി അപേക്ഷിച്ചു കൊണ്ടിരുന്നിട്ടും നാം അവനെ കേട്ടില്ലല്ലോ. അതുകൊണ്ടാകുന്നു ഈ ക്ലേശം നമുക്ക് വന്നിരിക്കുന്നത്. റൂബേൽ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞത്: ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവന്റെ രക്തവും നമ്മോട് ചോദിക്കപ്പെടുന്നു. യൗസേപ്പ് അത് കേട്ട് മനസ്സിലാക്കി എന്ന് അവർ അറിഞ്ഞില്ല. എന്തെന്നാൽ അവർക്ക് ഇടയിൽ തർജ്ജമക്കാരനെ നിയമിച്ചിരുന്നു. അവൻ അവരുടെ അടുത്ത് നിന്ന് മടങ്ങിപ്പോയി കരഞ്ഞു. പിന്നീട് അവരുടെ മുമ്പിൽ വച്ച് തന്നെ ശെമഊനെ ബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവരുടെ പാത്രങ്ങളിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം ഓരോരുത്തരുടെയും ചാക്കിൽ തിരികെ വയ്ക്കുവാനും അവർക്ക് വഴിയാഹാരം നൽകുവാനും യൗസേപ്പ് കൽപ്പിച്ചു. അവർ അപ്രകാരം ചെയ്തു. അവർ തങ്ങളുടെ ധാന്യം എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് അവിടെ നിന്നും യാത്രയായി. അവരിൽ ഒരുവൻ വഴിയമ്പലത്തിൽ വച്ച് തൻ്റെ കഴുതയ്ക്ക് തീറ്റി ഇട്ടു കൊടുക്കുന്നതിനായി ചാക്ക് തുറന്നപ്പോൾ തൻ്റെ ദ്രവ്യം തൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ വെച്ചിരിക്കുന്നത് കണ്ടു. അവൻ തൻ്റെ സഹോദരന്മാരോട്: എൻ്റെ ദ്രവ്യം എനിക്ക് മടക്കി കിട്ടി, ഇതാ അത് എൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ കൂറി. ദൈവം നമ്മോട് ഈ ചെയ്തത് എന്ത് എന്ന് അവൻ്റെ സഹോദരന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർ കനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി തങ്ങൾക്ക് ഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചുകൊണ്ട് അവർ പറഞ്ഞു: ആ ദേശത്തിൻ്റെ അധിപതിയായ മനുഷ്യൻ ഞങ്ങൾ ഒറ്റുകാർ എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട്: ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങളുടെ പിതാവിൻ്റെ മക്കൾ ഞങ്ങൾ 12 സഹോദരന്മാരാകുന്നു, ഒരുവനില്ല, ഇളയവൻ ഇപ്പോൾ കനാൻ ദേശത്ത് അപ്പൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞു. ദേശത്തിൻ്റെ അധിപതിയായ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞു: നിങ്ങൾ പരമാർത്ഥികളാണോ എന്ന് ഇതിനാൽ ഞാൻ ഗ്രഹിക്കും. നിങ്ങളുടെ ഒരു സഹോദരനെ ഇവിടെ എൻ്റെ അടുക്കൽ വിട്ടിട്ട് നിങ്ങളുടെ വീടുകളിലെ ക്ഷാമത്തിന് ധാന്യവും എടുത്തുകൊണ്ട് നിങ്ങൾ പോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒറ്റുകാരല്ല, പരമാർത്ഥികളാകുന്നു എന്ന് ഞാൻ ഗ്രഹിക്കുകയും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങൾക്ക് ഈ നാട്ടിൽ തൊഴിൽ ചെയ്യുകയുമാകാം. അവർ തങ്ങളുടെ ചാക്കുകൾ അഴിക്കുമ്പോൾ ഓരോരുത്തൻ്റെയും പണസഞ്ചി അവൻ്റെ ചാക്കിൻ്റെ വായ്ക്കൽ ഇരിക്കുന്നു. അവരുടെ പിതാവും ഭയന്നുപോയി. അവരുടെ പിതാവ് അവരോട്: നിങ്ങൾ എന്നെ ആരുമില്ലാത്തവനാക്കുകയാണ്. യൗസേപ്പ് ഇല്ല, ശെമഊനില്ല, ബെന്യാമിനെയും നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. സകലവും എനിക്ക് എതിരത്രേ. റൂബേൽ തൻ്റെ പിതാവിനോട്: ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കി കൊണ്ടുവരുന്നില്ലെങ്കിൽ എൻ്റെ 2 മക്കളെ കൊന്നുകൊള്ളുക. അവനെ എന്നെ
ഭരമേൽപ്പിക്കുക. ഞാൻ അവനെ നിന്റെ അടുക്കൽ തിരിച്ചു കൊണ്ടുവരാം. അവൻ പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ നിങ്ങളോടൊപ്പം അയക്കുകയില്ല. എന്തെന്നാൽ അവൻ്റെ സഹോദരൻ മരിച്ചുപോയി, അവൻ്റെ അമ്മയ്ക്ക് അവൻ മാത്രമേയുള്ളൂ. വഴിയിൽ വെച്ച് അവന് വല്ല അപകടവും ഭവിച്ചാൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യത്തെ അരിഷ്ടതയോടെ പാതാളത്തിലേക്ക് ഇറക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.